എങ്ങനെയുണ്ടല്ലേ ആ വണ്ടി? സൂപ്പർ. കുഴപ്പമില്ല. എങ്ങനെയുണ്ടടി? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോന്നാണ് ഇവിടെ ഈ ഒരഞ്ഞിരിക്കുന്നത്? അത് ചെറുതായിട്ട് തട്ടിയതമ്മ, അത് കുഴപ്പമില്ല, അത് മാറ്റാം. തുടങ്ങി. അയ്യോ ദേ ഇത് വിട്ടിരിക്കണു. അത് ഒട്ടിച്ചാ പോരെ? ദേ തല തിരിഞ്ഞിരിക്കണു ഇതിന്റെ. അതെ 15,000 രൂപയ്ക്ക് ലോറി ഒന്നും കിട്ടൂല, ഇതേ കിട്ടുള്ളൂ. അല്ല എന്നാലും കുറച്ചൊരു നല്ല വണ്ടി എടുക്കായിരുന്നു. ഈ വണ്ടിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ജമന്തി, ഇത് റോഡിൽ ഓടുന്ന വണ്ടിയാണ്. അപ്പൊ ചെറിയ തട്ടലും മുട്ടലും ഉരച്ചിലൊക്കെ കാണും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ദേ ഇവിടെ മുഴുവൻ തുരുമ്പായിട്ടാ. അത് കുഴപ്പമില്ലെന്നാ, അതൊക്കെ മാറ്റാം. അതൊന്ന് കഴുകിയ ഊട്ടപ്പനാവല്ലേ? അളിയാ, ഞാന് നമ്മുടെ പൊടിയന്റെ വർഷാപ്പിൽ കൊണ്ടുപോയി ഇതിനെ ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവരുമ്പോ വണ്ടി ഇതങ്ങ് മാറും. ഇത് ഇങ്ങനെ ഇരുന്നോണ്ടാണ് ഈ വിലക്ക് ഇത് കിട്ടിയത്. ഇതിന് ഹോണില്ലേ? മറ്റേ ഈ ഹോൺ അടിക്കണ്ടേ? അതെ, തന്നത്തെ ഹോൺ കേൾക്കണ ഒരു സിസ്റ്റം ഒരു വണ്ടിയിൽ ഇതുവരെ ആയിട്ടില്ല. അത് കയറി ഇരുന്ന് നമ്മൾ ഞെക്കണം. ഏട്ടനൊന്ന് ഓടിക്ക്. അവിടെ കയറി അളി എടുക്ക്. എനിക്ക് ഓടിക്കാറിയില്ലല്ലോ. ഹനുമാനൊക്കെ ഉണ്ട്. എനിക്ക് ഓടിക്കാറിയണ്ടേ? എന്റെ അളിയ ആൾക്കാർ കേട്ടാ നാണക്കേടാണ്. അങ്ങോട്ട് കയറി അളിയാ. നീ നല്ലപോലെ പറഞ്ഞു. അറിയാതെ പിന്നെ ഇത് ആര് പഠിക്കാണ് ഇത് എടുത്തു വെച്ചേക്കണേ? പഠിക്കണ്ടേ? പഠിക്കണം, അതിനാണ് കയറാൻ പറഞ്ഞത്. റോട്ടിലേക്ക് പോകുന്ന ഇത് റോഡിലോട്ട് ഇറക്കണ്ടേ ഇവിടുന്ന്? കയറങ്ങോട്ട്. മരത്തിൽ കയറാൻ പോണ പോലെ ഇങ്ങനെ ബൈക്കിലെല്ലാരും കയറുന്നത്. പോലെ അഞ്ചം കൊടുക്ക്. ആ സ്കൂട്ടറിന്റെ പുറകെ ഇരുന്ന് പോവാറില്ലേ, അതുപോലെ അങ്ങോട്ട് കയറിയിരി. മാറങ്ങോട്ട്. ഒരേക്കർ സ്ഥലം വേണം ഒരു വണ്ടിക്ക്. അതിന് നമ്മള് മുട്ടിയാ അതിന് കുറ്റം പറയും. പിടിച്ചോടാ. പ്ലെയിൻ ഓടിക്കുമ്പോഴാണല്ലോ ഇതിൽ കയറുന്നത്. ഹാൻഡിലൊക്കെ നേരെയാക്ക്. സ്റ്റാൻഡ് മാറ്റ്. സ്റ്റാൻഡ് മാറ്റിയാ മാറ്റിയാ. കാലത്തുണ്ടോ? ചാവി അങ്ങോട്ട് ഓൺ ചെയ്യാം. അങ്ങോട്ട് ഒന്ന് ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിക്കും. പ്രാർത്ഥിച്ചല്ലോ. നീയാണ് ഈ കാര്യത്തില് ഗുരു കേട്ടാ. അല്ലെങ്കിൽ ആ കാര്യത്തിലെങ്കിലും എന്നെ നീ ആശ്രയിച്ചല്ലോ. അമ്മ പിന്നെ ഇനി മെല്ലെ കിക്കർ അടിക്കും. അയ്യോ ദാണ്ട സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് മക്കളെ ഇവിടെ. ദാണ്ട് എന്റെ അമ്മ സ്റ്റിക്കർ അല്ല, ഈ വണ്ടി സ്റ്റാർട്ട് ആവാൻ വേണ്ടി കിക്കർ അത് ചവിട്ടണം. അറിഞ്ഞൂടാത്ത ഒരു അളിയനാണല്ലോ എന്റെ അളിയൻ. ഇനി ഇത് അടിച്ചിട്ട് അതൊന്ന് പറഞ്ഞു കൊടുക്ക എന്റെ ക്ലീറ്റോ. അതങ്ങോട്ട് ചവിട്ടളിയാ. പോണ്ടേ? ചവിട്ടിക്കൊടു. ഞാൻ ചവിട്ടട്ടെ എന്നാ? നീ ചവിട്ട്. ജമന്തി, നിന്നെ പഠിപ്പിക്കുന്നതാണ് ഇതിൽ നിന്ന് നല്ലത്. താന്ന് പോകുന്നില്ലല്ലോ. അളി അങ്ങോട്ട് കാലോട്ട് ചവിട്ടടാ. അതിന് വേദനിക്കൊന്നുമില്ല. മുറുക്കന് ഇവിടെ പിടിക്കണ്ടേ? നീ അവിടെ ഒന്നും പിടിക്കണ്ട, നീ അങ്ങോട്ട് ചവിട്ടത്. പോകണ്ടേ? ഓ ചവിട്ടിയപ്പോ നല്ല വണ്ടിയാന്നേ, കണ്ടാലറിയാം. അതൊന്ന് റേസ് ചെയ്യൂ, ആക്സിലേറ്റർ ഒന്ന് റേസ് ചെയ്യൂ. അപ്പൊ അത് പോവോ? അത് പോവോ? ഞാനല്ലേ നിന്നെ പഠിപ്പിക്കണേ. ചുമ്മാതിരി. അങ്ങനെയുണ്ട്. നല്ല ശബ്ദം. അത് വണ്ടി എഞ്ചിൻ നല്ലതാ. ഇതാണ് ക്ലച്ച്. ഇത് പിറകോട്ട് വലിക്ക്, ഇങ്ങോട്ട് അമർത്ത്. വലിച്ചല്ലോ. ഇത് ഗിയർ. മെല്ലെ അമർത്തി മുകളിലോട്ട് ഇടുക. ഇത് അത് തന്നെ. നിങ്ങൾ ആരും പിടിക്കണ്ട, ഞാൻ നിക്കല്ലേ. നീ അങ്ങോട്ട് മാറ്. എല്ലാരും വിട്ടെ. അളിയന് മെല്ലെ ക്ലച്ച് അങ്ങോട്ട് വിടൂ. ഇതാണ് ക്ലച്ച്. ഇത് കുറച്ചായിട്ട് വിടൂ. അത് കൈ ഇങ്ങനെ കറക്കുമ്പോൾ ഇതിങ്ങനെ വിടണം. മുഴുവനെ കൊടുക്കണ്ട, ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കണം. ഈ ക്ലച്ച് കുറച്ചായിട്ട് അങ്ങ് വിടണം. എല്ലാം വിടൂ. അതെ, അങ്ങനെ അവിടെ നിനക്ക് ബ്രേക്ക് ചവിട്ടിക്കൂടായിരുന്നോ? ഞാൻ ബ്രേക്ക് നോക്കിയതാണെന്ന്. ഓടിക്കുമ്പോൾ തന്നെ കുഞ്ഞു വണ്ടി നേരെ അങ്ങ് വല്ല പോയെങ്കിൽ എന്ത് സംഭവിക്കണം? ഞങ്ങളെ വീട് മുഴുവൻ ഇടിയത്തില്ലായിരുന്നോ? മാറിക്കേ. അതെ, ചോര വന്നോ? ഓരല്ല കൊടല് വന്നത് ഈ കൂടി. വണ്ടി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. വർക്കത്തോട്ട് വണ്ടിയുടെ കുഴപ്പാ. ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട്. ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അമ്മേ ഒന്നുമില്ല. ഇത് കൊച്ചു പിള്ളേര് നടക്കാൻ പഠിക്കുമ്പോ വീഴൂലേ, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി തള്ളമാര് നോവാതെ അല്ലേ പറഞ്ഞത്. അമ്മേ ഒന്നുമില്ല. അമ്മ ഇതിപ്പോ ഏത് കാലം? ആദ്യത്തെ കാലാണോ? അല്ലല്ല, ഇത് അപ്പുറത്തെ കാലം. നന്നായി. എടാ വെറുതെ ഇങ്ങനെ നടന്നാ പോരാ, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. 10 ദിവസമെങ്കിലും വണ്ടി ഇച്ചിരി വൃത്തിയായിട്ടിരിക്കണമായിരുന്നു. കണ്ടില്ല, അപ്പോഴേ ഇളക്കി പറിച്ചെടുത്തു. ഇതിപ്പോ
ഒരു കാര്യം ചെയ്യ്. ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്ക് അറിഞ്ഞൂടാന്ന്. ഒന്നും അറിയാത്ത ആളെ പിന്നെ വണ്ടിയാണ് കയറ്റിട്ട് ആൾ പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പോയി വിടൂല്ലേ? അളിയാ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ ഇത് വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഷോക്കേസിൽ എടുത്ത് വെക്കാനേ പറ്റൂ. ഞാനേ ഇതാ പൊടിയന്റെ വർഷാപ്പ് വരെ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് കൊണ്ടുപോ, ദുരിതം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇനി. സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാം. ഞാൻ വരണോളിയാ? അയ്യോ റെസ്റ്റ് എടു. നീ ആ മനുഷ്യനെ കൂടി തള്ളി താഴ്ത്തിട്. തങ്കം, ഞാൻ തക്കളി മോളെ ട്യൂഷൻ അവിടെ നിന്ന് വിളിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അളിയാ വേണമെങ്കിൽ ഞാൻ വരാം. ഞാൻ കാല് രണ്ടുമില്ല. ഞാനിതിനെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് കണ്ട ഫോൺ എങ്ങനെ ഓടിക്കണമെന്നുള്ള ഒന്ന് കണ്ടു വെച്ചോ, അല്ലെങ്കിൽ കണ്ടു പഠിക്കാൻ ശ്രദ്ധിക്കുന്നു. ഓ ഒരു കുഴപ്പമില്ല അമ്മ. നല്ല ഒന്നാന്തരം വണ്ടി നല്ല ഒന്നാന്തരം വണ്ടി. നശിച്ച വണ്ടി കാരണം എന്റെ ഒരു നശിച്ച വണ്ടിയൊന്നുമില്ല. ഇവനെ ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ചുമ്മാ പോസ്റ്റ് കയറി നടന്നാ പോരാ. എന്ത് ചെയ്താലും അത് എന്താ പ്രശ്നം? വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിന്റെ ഉള്ളിലോട്ട് അള്ളിപ്പിടിച്ച് കയറാൻ പോണത്? വണ്ടി ഓടിക്കാൻ അറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ പിന്നെ എല്ലാരും കൂടെ നിർബന്ധിച്ച് എന്റെ മോള് കയറ്റിയതല്ലേ. ഇത് ഓടിക്കണേന്റെ കുഴപ്പമൊന്നും അല്ല നാത്തൂനെ. ആ ലക്ഷണം കേട്ട വണ്ടി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ കുഴപ്പമാണ്. പിന്നെ ഇനി വണ്ടീനെ പറഞ്ഞാൽ മതി. ആ വണ്ടിക്ക് എന്താ കുഴപ്പം? നിർത്ത്, കുറെ നേരമായില്ല ഞാൻ ആ കൊട്ടൻ ചുക്കാതി എടുത്തോണ്ട് എന്ത് പറഞ്ഞാലും കൊട്ടൻ ചുക്കാതി അതിനെ കേടൊന്നും ഇല്ല അമ്മ. എന്തിനാണ് ഈ കൊട്ടൻ ചുക്കാതി? വെറുതെ കുറച്ചെടുത്ത് തേച്ചാൽ മതി അമ്മയ്ക്ക് സന്തോഷമാക്കും. ഒന്നാമത്തെ ഉണ്ടല്ലോ, ഈ പോസ്റ്റിൽ വലിഞ്ഞു കയറി നടന്നാ പോരാ, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. നീ ആ മനുഷ്യനെ കണ്ടു പഠിക്കടാ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. എടി മരത്തലേത് ഞാൻ നിന്നോട് പറഞ്ഞ നിനക്ക് മനസ്സിലാവണില്ലേ? ചെറുപ്പത്തിൽ അത് പഠിച്ചില്ല. എന്ത് പഠിക്കാഞ്ഞെന്ന് ചോദിക്കണേ. കാണുമ്പോ ആ മനുഷ്യനെ കുറ്റം പറയണ്ടല്ലോ. നീ ഒരു പ്ലെയിൻ എടുത്ത് കൊടുത്തു നോക്കിയാ ഒരു മാസം കൊണ്ട് അതും ഓടിക്കും. കൂടാണ്ടൊന്നുമില്ല. തള്ളണ കാര്യത്തില് നീയാണോ അവനാണോ കേൾവിന്നുള്ള നിലക്കാണ്. നിങ്ങൾ അതൊന്നും പറയണ്ട, അവൻ അതീവ ബുദ്ധിമാൻ തന്നെ. പിന്നല്ല, കുരുട്ട് ബുദ്ധിയാണേ ഉള്ളൂ. ഒരു കുരുട്ട് ബുദ്ധിയല്ലേട്ടെ. താമരശ്ശേരി ചുരം പുഷ്പം പോലെ ക്ലീറ്റ വണ്ടി ഓടിച്ചു കയറ്റണം. കണ്ടിട്ടുണ്ടോ അത്? എപ്പോഴാ കയറ്റാത്തത്? താമരശ്ശേരി ചൊരേ എന്തേ? നിന്റെ ക്ലീറ്റോക്ക് മാത്രമല്ല, ഡ്രൈവിംഗ് പഠിച്ച ആർക്കും ഓടിച്ചു കയറ്റാം കേട്ടാ. നിനക്ക് പറ്റുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ. അതന്നെയാ പറഞ്ഞത്. അങ്ങോട്ട് കുറ്റം പറയാൻ നിന്നാ പോരാ. ഒരുപാട് കഴിവുള്ള മനുഷ്യൻ അവൻ ആദ്യം അംഗീകരിക്കണം. പുതിയൊരു വണ്ടി മേടിച്ചിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം. നിന്റെ കാലല്ല പോണ്ട, നീ ആകെ പോണം. കുശുമ്പും കുഞ്ഞായ്മ. ഏതാണ്ട് രാജേഷ്. എന്താ രാജേഷേ? ആണോ? എവിടെ? അത് ശരി. അപ്പൊ ആശുപത്രി കൊണ്ടുവേണ്ടി വരുമോ? വേണ്ടി വരും അല്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്തോന്നാണ് എന്റെ അഴകേശൻ, എന്തെങ്കിലും പറ്റിയതാണ്? അമ്മാവനല്ല, ഈ താമരശ്ശേരി ചുരക്ക് ഓടിച്ചു കയറ്റുന്ന ഒരു പിന്നെ ഡ്രൈവർ അല്ലേ? അല്ല എന്റെ അളിയെ അവിടെ നിർത്തിട്ട് ഒരു പാട്ടിലോർക്ക് കൊണ്ടുപോയി കുത്തിയത്. പോയല്ലേ ദൈവമേ. അതെ അതെ അതെ. അല്ല, നാളത്തെ ഈ റോഡ് പുരോഗത്തിന് എനിക്ക് വരാൻ പറ്റൂല കേട്ടോ. പിന്നെ പോലീസ് ലാത്തി ചാർജ് നടന്ന് നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റണമെങ്കിൽ എൻ്റെ പേരൂടെ കൊടുത്തോളണം പത്രത്തിൽ കേട്ടോ. ഞാൻ ഏതാണ്ട് ആ കണ്ടീഷനിലൊക്കെയാ. ഉവ്വ. അതിൽ അടുത്തതിന് ഞാൻ ഉറപ്പായിട്ട് കളിക്കാൻ പ്രസിഡന്റാണ് വിളിച്ച് പാർട്ടി ഉണ്ട്, ഓഞ്ഞ പാർട്ടി. എന്നെ എന്ത് വേണേലും പറയാം, പക്ഷെ എൻ്റെ പാർട്ടി എല്ലാം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടല്ലോ. നീ എന്നോട് ചോദിക്കാതെ ഈ ഫോൺ എങ്ങനെ കൈകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തമാശ കളിക്കണം. സീരിയസ് ആയിട്ട് പാർട്ടിയുടെ ഗൗരവം നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. നിങ്ങൾ എന്താ ക്ലീറ്റോ ഇങ്ങനെ? എന്ത് ചെയ്താലും അത് അബദ്ധം. എന്ത് ചെയ്താലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നിന്നോട് ഞാൻ നല്ലവണ്ണം പറഞ്ഞു ഈ വണ്ടി എടുത്തു കൊടുക്കാൻ ഞാൻ പോകൂലെന്ന്. കേട്ടില്ലല്ലോ, എന്നെ നിർബന്ധിച്ച നീയല്ലേ? നിങ്ങൾ നിർബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ട വണ്ടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്ത് വണ്ടിയാ എടുത്തത്? നിന്റെ ആങ്ങളൊക്കെ ഓടിക്കാൻ അറിഞ്ഞോളത്തേന് അത് പറഞ്ഞാൽ മതി. അയ്യാ, നിങ്ങൾ ഓടിച്ചിട്ട് എന്തായി? അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ കംപ്ലൈന്റ്? അതിന്റെ ബ്രേക്കിന്റെ ഒരു നട്ട് പോയിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. കഷ്ടമാണ് കേട്ടോ. നിങ്ങളെപ്പറ്റി എന്തൊക്കെയാ ഞാൻ അവരോട് പറഞ്ഞെന്നറിയോ? അങ്ങനെയെങ്കിലും നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം മാറട്ടെ എന്ന് വിചാരിച്ചത് അതിലും വലിയ കുരിശായി. എൻ്റെ ദൈവമേ, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്, ഇവിടെ നോക്കാൻ. നീ പറയാങ്ങോട്ട്. മനുഷ്യനെ പോലെ ഇതിനകത്ത് അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കാമോ? ചെലവിന് ഞാൻ തന്നോളാം. അത്ര ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുമോ? വണ്ടിക്ക് കിട്ടിയത് 1000 രൂപ, ആശുപത്രിയിൽ ചിലവായത് 3000 രൂപ. ഇതേപോലെ ഒരു 10 കച്ചവടം നടന്നാൽ മതി മാസത്തിൽ. ഞാനും മോളും വഴിയാധാരാവും. നിന്റെ ആങ്ങളൊക്കൊന്നും സംഭവിച്ചില്ലല്ലോ? അയ്യോ, അങ്ങനെ സമാധാനിക്കാൻ മതി. എന്റെ ആങ്ങളെനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ.
നിങ്ങൾക്ക് ആകെ ചെയ്യാൻ അറിയാം ഒരു ഓഞ്ഞ പാർട്ടീനെ നോക്കാനായിട്ട്. പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിങ്ങനെ നടന്നോ? നിന്റെ ഞാനേ പാർട്ടീനെ പറഞ്ഞപ്പോ അങ്ങ് കൊണ്ടു. ഓർത്തിയല്ലടി നീ എന്റെ കയ്യിൽ ഊന്നി എഴുന്നേറ്റ്. അത് ഞാൻ കണ്ടില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് വാ, മോങ്ങാതെ കഞ്ഞി കുടിക്കണമെങ്കിൽ. കഞ്ഞി നിന്റെ തന്തയ്ക്കൊണ്ട് കൊറേ കഞ്ഞി. അച്ഛാ, ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് ഓഫീസിൽ പോവുകയാണ്. അനുഗ്രഹിക്കണം, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. ഇല്ലെങ്കിൽ അച്ഛനാണോ ഏട്ടനെ ബുദ്ധിമുട്ടിക്കാറ്? രാഹുവിനുമ്പ് ഇറങ്ങാം. വാളിയാ വേഗം ഒന്ന് വാ. നിക്ക് ആദ്യം അളിയൻ കയറി വണ്ടിയിൽ ഇരിക്കട്ടെ. കയറിക്കോ. ഓ നൂത്ത് പിടിച്ചാളിയാ, വണ്ടി നൂത്ത് പിടിച്ച. ജമന്തി ഒരു കാര്യം ചെയ്യ്, ഒരു വെച്ച വെച്ചിട്ട് ആ ടയറിന്റെ അടിയിൽ ആ നാരങ്ങ അങ്ങോട്ട് കയറ്റി വെക്ക്. അത് ചേർത്ത് വെക്കണം ടയറിൽ. മതിയോ? ആ ചേർത്തിട്ട് കേട്ടാ. ഇനി അതും എടുത്ത് അതങ്ങ ഈ പുറത്തെ ടയറിന്റെ അടിയിലോട്ട് വെച്ച് അതുപോലെ കയറ്റി അങ്ങോട്ട് വെക്ക്. പിന്നെ അളിയാ, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോണേന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. പുറകിൽ ഞാനില്ല. അങ്ങനെയൊന്നും പറയണ്ട, ഏട്ടൻ പഠിച്ചു. എല്ലാം കൂടെ കത്തിക്കണ്ട അമ്മ, ഒരെണ്ണം മതിയല്ലോ. ചുമ്മാ തടസ്സം പറയല്ലേ. ഇന്നിങ്ങനെ വിശക്കണം അതിന്. ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒഴിഞ്ഞെടുത്ത അമ്മേ. വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അമ്മേ, മഹാമായേ ദേവി. വണ്ടിയിലോട്ട് അതുപോലെ ഒന്ന് ഇത് തൊട്ടിട്ടോ വണ്ടിയിൽ. ഈ പുറകിലും കൂടി വെച്ചോ. അവിടെ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യലേ. നാരങ്ങ പൊട്ടണം കേട്ടാ. അതിലാണ് ദോഷങ്ങളെല്ലാം മാറാൻ പോകുന്നത്. അപ്പൊ ശരി അമ്മേ, അടിച്ചോ. ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോണം. അയ്യോ നിക്ക്, ഹെൽമെറ്റ് എവിടെ? കണ്ടാ പുറകിന്ന് വിളിക്കല്ലേ. മറക്കരുത് എന്റെ കനകാന്നി. നല്ല ചടങ്ങ് നടക്കുമ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു അവൻ്റെ യാത്രയാക്ക്. ഇത് മാറ്റി വേറെ മേടിക്കണം കേട്ടാളിയാ. ഇത് വിമിഷ്ടം തോന്നുന്നുണ്ടല്ലേ? വിമിഷ്ടം തോന്നുന്നുണ്ടല്ലേ? അതുണ്ടാവും. നാരങ്ങ പൊട്ടണം. പെട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അടിച്ചോ. ഓ സാരമില്ല. ഇതിലാരാ കനകൻ? കനകൻ ഞാനാണ് സാർ. ആ, ഇത് എവിടെ നിന്നാ വണ്ടി എടുത്തേ? വണ്ടി എൻ്റെ അളിയൻ എടുത്തു തന്നാണ്. ആരാ നിന്റെ അളിയൻ? അളിയുണ്ട്. നീയാണോടാ അളിയൻ? എവിടെ നിന്നാടാ വണ്ടി എടുത്തേ? സാറേ, ഇത് ഞാൻ ബ്രോക്കറാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ബ്രോക്കറുണ്ട്, രവീന്ദ്രൻ. രവീന്ദ്രൻ്റെ ഒരു പരിചയക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ആള് ഗൾഫിൽ പോകും, അത്യാവശ്യമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളിത് മേടിച്ചതാണ്. ഇതിന് ബുക്ക് പേപ്പർ കൊണ്ടോടാ? ഉണ്ട് സാർ. എടുത്തോണ്ടാ പോയി. അത് പേര് മാറാൻ കൊടുത്തേക്കാ. ഈ വണ്ടി തന്നോ നിനക്ക് അറിയാമോടാ? എന്തുവാടാ കിടന്ന് ഉരുളുന്നേ? ഈ വണ്ടി തന്നോ നിനക്ക് അറിയാമോന്നാണ് ചോദിച്ചത്. എനിക്ക് കണ്ടറിയാം സാർ. ആ, അവനെ എടുത്തോ. ഇവൻ ആരാ നിനക്കറിയാമോ? ഇവ അന്തർസംസ്ഥാന ബൈക്ക് മോഷ്ടാവാ. സാറേ സത്യമായിട്ട് എനിക്കവനറിയില്ല. എനിക്കറിയാം സാറേ. ഈ വണ്ടി നീ എവിടെ നിന്നാണ് എടുത്തേ? ഇത് KL 19 പാർസൽ ഉണ്ടല്ലോ. ഏതെങ്കിലും 5 10 കുറച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ചാടിക്കയറി എടുത്താൽ ഇങ്ങനെ ഇരിക്കും. അതിന് കേസുണ്ടോ, വഴക്കുണ്ടോ, ബുക്കുണ്ടോ, പേപ്പറുണ്ടോ ഒന്നും അന്വേഷിക്കൂല. ഇവര് ബാക്കിയെല്ലാം പോലീസുകാരുടെ തലയിൽ. സാറേ ഞാനിത് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ആ കടയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ്. രണ്ടെണ്ണം വന്ന് വണ്ടി കയറി ഓ. അയ്യോ സാറേ, എടുത്താകത്തിട്ട് സാറേ, അപ്പൊ ഈ ബൈക്കിന്റെ പൈസ അത് തന്നോടാ ഞാൻ. അന്ന് വണ്ടി കയറാ. ഈ വണ്ടി എടു. എന്തോടാ നിന്ന് അറമ്പാതിരിക്കുന്നേ? ഏടാ Oh